നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്ന ചൊല്ല് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. വാദത്തെ ഹനിക്കുവാൻ ഇത്രയേറെ ശക്തിയുള്ള വേറെ ഒരു ഔഷധവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. മാൽവേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിഡ റെറ്റ്യൂസ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ബല, വാട്യാഹ, ഖരയഷ്ടി, മഹാസമംഗ എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ആയുർവേദത്തിൽ വാതഘ്ന ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21 ഇനം കുറുന്തോട്ടികളാണ് ഇന്ന് പ്രാബല്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറുന്തോട്ടിയെ ഔഷധക്കൂട്ടുകളിൽ ചേർക്കുന്നതിൽ ഇന്നും വൈദ്യന്മാർക്ക് ഭിന്ന അഭിപ്രായങ്ങളാണുള്ളത്. കുറുന്തോട്ടി, വെള്ളൂരം, കാട്ടുവെന്തീയം, മഞ്ഞക്കുറുന്തോട്ടി, വള്ളിക്കുറുന്തോട്ടി എന്നിവയാണ് ഈ 21 ഇനങ്ങളിൽ ചിലത്. കേരളത്തിൽ സിഡ റെറ്റ്യൂസ എന്ന ശാസ്ത്രനാമത്തിൽ പെടുന്ന ഇനത്തെയാണ് വൈദ്യന്മാർ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ സിഡ കോർഡിഫോളിയയാണ് ഔഷധമായി ഉപയോഗിച്ചു വരാറുള്ളത്. കേരളത്തിലുടനീളം ഈ സസ്യം വളർന്നു വരുന്നു. 30 സെൻറ്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ ഇല വളരെ ചെറുതും അത് ഞെരടി കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പുള്ള പദാർത്ഥവും വരാറുണ്ട്. അതുപോലെ ഇതിൻ്റെ തണ്ട് വളരെ കട്ടിയുള്ളതും ചാരനിറത്തോടും കൂടിയതാണ്. പൂക്കൾ ഒറ്റയ്ക്കായി മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. നിരവധി ശാഖോപശാഖകളോട് കൂടിയ ഒരു ഏകവർഷീയ കുറ്റിച്ചെടിയാണിത്. ഇതിൻ്റെ ഫലം ഉരുണ്ടതും വളരെ ചെറുതുമാണ്. റെസിൻ, ആൽക്കലോയിഡ്, ഫൈറ്റോസ്റ്റിറോൾ, പൊട്ടാസ്യം നൈട്രേറ്റ് തുടങ്ങിയ രാസഘടകങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഹൃദയഗതിയെ ത്വരിതപ്പെടുത്തുന്ന എഫിഡ്രിൻ എന്ന ഒരു രാസപദാർത്ഥം ഇതിലടങ്ങിയിട്ടുണ്ട്. ശ്വാസവൈഷമ്യത്തിനും ജ്വരത്തെ ഇല്ലാതാക്കുവാനും കുറുന്തോട്ടി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ഇല ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വരെ നീളവും ദന്തുരമായ അരികുകളോടും അഗ്രം കൂർത്തുമാണ് ഇരിക്കുന്നത്. വേര്, സമൂലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കുറുന്തോട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ കുറുന്തോട്ടി ഉണ്ടെങ്കിൽ വാദത്തെ പേടിക്കേണ്ടെന്ന് പറയും. അത് വാദത്തിന് അഗ്രമായൊരു ചെടിയാണ് കുറുന്തോട്ടി. ബല എന്ന് പറയും, അതായത് ശരീരത്തിന് ബലം ഉണ്ടാക്കുന്നത്. ഈ വാദം ശരീരത്തിന് ബലത്തെ കുറയ്ക്കും. അപ്പോൾ ബല എന്ന് പറയുന്ന കുറുന്തോട്ടി വാദത്തെ ശമിപ്പിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ കുറുന്തോട്ടി ഒറ്റയ്ക്കാവും ഉപയോഗിക്കാം, മറ്റ് പല ഔഷധത്തിനോട് കൂടി ചേർക്കാം. കുറുന്തോട്ടി ചേർത്ത ധാരാളം ഔഷധങ്ങളുണ്ട്. ബല ഗുളിച്ചേരി കഷായം, ധാനനന്ദനം കഷായം, ബലാശ്വഗന്ധാദി, ഇങ്ങനെ അനവധി ഔഷധങ്ങൾ. ഈ ആയുർവേദ ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഈ കുറുന്തോട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ഗർഭിണികൾക്ക് കുറുന്തോട്ടി പാൽക്കഷായം കൊടുക്കും. ഒരു 2 മാസം നമുക്ക് പ്രസവിക്കുന്നത് വരെ ഈ പാൽക്കഷായം കുറുന്തോട്ടി ഉപയോഗിച്ച് പാൽക്കഷായം കൊടുത്താൽ ഒരു അല്ലലും ഇല്ലാണ്ട് പ്രസവിക്കുന്ന പറയാം. പ്രസവിച്ച് കിടന്നാലും അതെ, പ്രസവിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ കുറുന്തോട്ടി കഷായം ലേശം തേനും ചേർത്ത് കഴിച്ചാൽ ഈ ഗർഭാശയമൊക്കെ ചുരുങ്ങി 2-3 മാസം കൊണ്ട് തന്നെ പഴയ ആരോഗ്യമൊക്കെ വന്ന് മാസക്കുളൊക്കെ ശരിയായിട്ട് പഴയ യൗവനം തിരിച്ച് കിട്ടുന്നതാണ് പറയാം. അതാണ് ഈ കുറുന്തോട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. പിന്നെ ഈ കുറുന്തോട്ടി ചേർത്ത ഔഷധങ്ങളോ കുറുന്തോട്ടി കഷായോ കഴിച്ചാൽ ഈ ഹാർട്ടിൻ്റെ മിടിപ്പ് കറക്റ്റാക്കിയിട്ട് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ശരിക്കുള്ള ഊർജം കിട്ടും. അതുവഴി എനർജി ഉണ്ടാക്കും, ശരീരത്തിന് ബലം കിട്ടും, വാതരോഗം എന്ന അവസ്ഥ വരില്ല.